ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിലെ ഓമയ്ക്കാത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചേക്കാമെന്ന്. എല്ലാവർക്കും ഓമയ്ക്കാത്തോരനൊക്കെ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ നമുക്കതിന് സ്പെഷ്യലാണ്. എന്താന്ന് വെച്ചാൽ 2-3 മാസമായി നമ്മൾ ഓമയ്ക്ക കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ കഴിച്ചിട്ട്. നാട്ടിലല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ പഴുത്തോമയ്ക്ക മാത്രമേ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ പച്ചോമയ്ക്ക കുറേ നാളിന് ശേഷമാണ് നമുക്ക് കിട്ടുന്നത്. അത് മറ്റൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടിയതാണ്. ഓമയ്ക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഓരോ സ്ഥലത്തും ഓരോ പേരുകളാണ് ഓമയ്ക്കയ്ക്ക്. പപ്പായെന്നും കപ്പങ്ങയെന്നും പല പേരുകളും ഞാനും കേട്ടിട്ടുണ്ട്. ഞാനൊരു പത്തനംതിട്ടക്കാരി ആയതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ കൂടുതലും ഓമയ്ക്ക എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഏത് പേരിലാണ് പപ്പായ അറിയപ്പെടുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. കുറച്ച് ചെറുപയർ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് കുതിരട്ടെ. കുതിർന്നതിന് ശേഷം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഓമയ്ക്കയുടെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ഉള്ളിലുള്ള വിത്തുകളൊക്കെ എടുത്ത് മാറ്റി കഴുകി വൃത്തിയാക്കി എടുക്കാം. ചെറുതായി കൊത്തിയരിഞ്ഞ് വെക്കണം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുക്കാം. എനിക്കിവിടെ കിട്ടുന്ന തേങ്ങ വളരെ ചെറിയ തേങ്ങ ആയതുകൊണ്ട് ചിരവ് വെച്ച് തിരുമ്മിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇളക്കിയിട്ടേക്കുന്നത്. അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി, സ്വല്പം ജീരകം, അതോടൊപ്പം 2-3 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് ചതച്ചെടുക്കാം. പാൻ അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കുന്നു. 2 വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ട ശേഷം ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക. എരിവ് അധികം വേണ്ടാത്തത് കൊണ്ട് 1 പച്ചമുളക് മാത്രം ചേർക്കുന്നു. ചതച്ചു വെച്ചിരുന്ന തേങ്ങയുടെ മിക്സും കൂടി ചേർത്ത് ഇളക്കുക. തേങ്ങ ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കാം. അതിലേക്ക് നമ്മൾ കൊത്തി എരിഞ്ഞു വെച്ച ഓമയ്ക്ക ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ആവിയൊക്കെ വന്നു കഴിയുമ്പോൾ വീണ്ടും ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കും. ഓമയ്ക്ക ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചെറുപയറും കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ നാടൻ ഓമയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. പഴുത്ത ഓമയ്ക്ക കഴിക്കുന്നതും ഇതുപോലെ പച്ച ഓമയ്ക്ക തോരൻ വെച്ച് കഴിക്കുന്നതും ഒക്കെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. പപ്പായ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണുള്ളതെന്ന് ഈ വീഡിയോയ്ക്കൊപ്പം ചേർക്കുന്നുണ്ട്. സമയം പോലെ നിങ്ങൾ വായിച്ചു നോക്കുക. ഇത്രയേറെ ഗുണങ്ങളുള്ള പപ്പായ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടും. വല്ലപ്പോഴും കഴിച്ചു നോക്കാൻ ശ്രമിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.